കോട്ടയം തലയോലപ്പറമ്പിൽ ഡോക്ടറെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ജുവൽ ജെ കുന്നത്തൂരാണ് മരിച്ചത്. ആത്മഹത്യയെന്നാണ് പ്രാഥമിക നിഗമനം. വിശദാംശങ്ങളുമായി സനോജ് സുരേന്ദ്രൻ കോട്ടയത്ത് ചേരുന്നുണ്ട്. സനോജ്, ഈ മരണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത പോലീസ് സംശയിക്കുന്നുണ്ടോ? വിനിഷ, നിലവിൽ അസ്വാഭാവികതയൊന്നും സംശയിക്കുന്നില്ല. എന്താണ് ഇങ്ങനെ ഒരു മരണത്തിലേക്ക് നയിക്കാനിടയാക്കിയ കാരണം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായിരുന്നു ഈ ജുവൽ ജെ കുന്നത്തൂർ എന്ന് പറയുന്ന ആള്. ഇദ്ദേഹത്തിന് 36 വയസ്സായിരുന്നു. ഇദ്ദേഹം കുറച്ചു കാലമായി ഭാര്യയുമായി അകന്നു കഴിയുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു എന്നാണ് ബന്ധുക്കൾ നൽകുന്ന വിവരം. എന്തായാലും ഇന്ന് രാവിലെയാണ് ഇദ്ദേഹത്തെ മരണപ്പെട്ട നിലയിൽ വീട്ടിനുള്ളിൽ കണ്ടത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിനിഷ, ജോലിക്ക് പോകാറുണ്ടായിരുന്നില്ലേ? ഡോക്ടറാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ചികിത്സ അത്തരത്തിൽ അദ്ദേഹം ജോലിക്ക് പോകാറുണ്ടായിരുന്നില്ല. അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണോ അദ്ദേഹത്തെ തേടി ആളുകൾ എത്തിയതും അല്ലെങ്കിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതും? എങ്ങനെയാണ് ഈ വാർത്ത പുറത്തേക്ക് വന്നത്? അദ്ദേഹം എല്ലാ ദിവസവും കൃത്യമായി ജോലിക്ക് പോകുന്ന ആളാണ്. ഈ ജോലിക്ക് പോകുന്നതിന് വേണ്ടി രാവിലെ കൊണ്ടാതെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ബന്ധുക്കൾ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് മരണപ്പെട്ട നിലയിൽ കാണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഉടൻ തന്നെ പോലീസ് വിവരം അറിയിക്കുകയായിരുന്നു. തലയോലപ്പറമ്പ് വീട്ടിലെ വെള്ളൂരിലാണ് മരിച്ച നിലയിൽ കണ്ടത്. ഉടൻ തന്നെ പോലീസ് സംഭവ സ്ഥലത്തെത്തുകയും സ്ഥിതിഗതികൾ അന്വേഷിക്കുകയും ചെയ്തു. എന്താണ് മരണത്തിലേക്ക് നയിക്കാനിടയാക്കിയ കാരണം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കുടുംബപരമായ കാരണങ്ങളാവാം മരണത്തിനിടയാക്കിയത് എന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. എന്നാൽ ഔദ്യോഗികമായ ഒരു വിവരം ഇക്കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അഭിനിഷ്, ഏതെങ്കിലും തരത്തിലുള്ള അസുഖമുള്ള ആളായിരുന്നോ? അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പെട്ടെന്ന് മരണം സംഭവിച്ചതാണോ? അങ്ങനെ എന്തെങ്കിലും അറിയാൻ കഴിയുന്നുണ്ടോ? അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വിശദാംശങ്ങൾ ഇപ്പോൾ ലഭ്യമായിട്ടില്ല. നിലവിൽ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അകന്നു കഴിയുന്നു എന്നുള്ളതിനെ തുടർന്ന് അദ്ദേഹം കടുത്ത മാനസിക സമ്മർദ്ദത്തിന് അടിമയായിരുന്നു എന്നുള്ളതാണ് ബന്ധുമിത്രാദികൾ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത്. അതാണോ മരണത്തിലേക്ക് നയിച്ചത് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വിശദമായ അന്വേഷണം ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കൃത്യമായി ജോലിക്ക് വന്നുകൊണ്ടിരുന്ന ഒരാളാണ്. എന്നാൽ ഇങ്ങനെ ഒരു മാനസിക സമ്മർദ്ദത്തിന് അടിമയായിരുന്നു ഇദ്ദേഹമെന്ന് സഹപ്രവർത്തകർ പോലും അറിഞ്ഞിരുന്നില്ല. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തിയതിനു ശേഷം മാത്രമേ വിശദാംശങ്ങൾ കൂടുതലായി ലഭ്യമാവുകയുള്ളൂ. വിനിഷ, സനോജ്, ഒറ്റ കാര്യം കൂടി, ആത്മഹത്യയാണ് എന്ന് സംശയിക്കുന്ന രീതിയിലാണോ മൃതദേഹം കണ്ടെത്തിയത്? അങ്ങനെയാണ് മൃതദേഹം കണ്ടിട്ടുള്ളത് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. തലയോലപ്പറമ്പ് പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിവരങ്ങൾ അല്പം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് ലഭിച്ചത്. ഉടൻ തന്നെ പോലീസിൽ വിളിച്ച് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പങ്കുവയ്ക്കുന്നത്. ശരി സനോജ്, ഏതായാലും കോട്ടയം തലയോലപ്പറമ്പിൽ ഡോക്ടറെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മെഡിക്കൽ കോളേജിലെ സർജറി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ജുവൽ ജെ കുന്നത്തൂറാണ് ആത്മഹത്യയാണ് എന്ന പ്രാഥമിക നിഗമനത്തിലേക്ക് എത്തിച്ചേരാവുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഏതായാലും പോലീസ് തലയോലപ്പറമ്പ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.